രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി ആവശ്യപ്പെടേണ്ട കാര്യമില്ല. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. അദ്ദേഹം ഇപ്പം കോൺഗ്രസ് പാർട്ടിയുടെ MLA അല്ല. ആ ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി ആവശ്യപ്പെടുന്നതിന് യാതൊരു പ്രസക്തിയുമില്ല. സസ്പെൻഷൻ നടപടിയാണല്ലോ. അല്ല, സസ്പെൻഷനിലാണല്ലോ ആദ്യത്തെ നടപടി. സസ്പെൻഷനാണ്. തുടർന്ന് ആണ് പിന്നെ ബാക്കി നടപടികളിലേക്ക് പോകുന്നത്. ഇപ്പോൾ അദ്ദേഹം 6 മാസക്കാലത്തേക്ക് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം പാർട്ടിയിൽ അംഗമല്ല, പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടിയിൽ അംഗമല്ല, പാർട്ടിയുടെ ഏതെങ്കിലും പദവികൾ വഹിക്കുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കുമോ ഇല്ലയോ എന്നുള്ളത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടി ബാധിക്കുന്ന വിഷയമല്ല. അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ്. അല്ല, കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോൾ ഇല്ലല്ലോ. കോൺഗ്രസ് പാർട്ടിയിൽ ഇല്ല. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അത് ആ സ്ഥിതി ഇപ്പോഴും തുടരുകയാണ്. സസ്പെൻഡ് ചെയ്തിരുന്ന സമയത്ത് പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ക്യാമ്പയിനിങ്ങിന് ഇറങ്ങി പല പരിപാടികളിൽ പങ്കെടുത്തു, വേദി പങ്കെടുത്തു. അത് ഇല്ല, പാർട്ടിയെ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയോ. കോൺഗ്രസ് പാർട്ടി ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തോട് പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയോ UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയോ ക്യാമ്പയിൻ ചെയ്യണമെന്ന് പാർട്ടി ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിന് യാതൊരു പ്രസക്തിയില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് കേരളത്തിലെ എന്നറിയാം. ഈ ഒരു ഐക്യം ഈ തീരുമാനത്തിലുണ്ടായിരുന്നു. പല നേതാക്കളും പല അഭിപ്രായം പറയുന്നുണ്ടല്ലോ. സസ്പെൻഡ് ചെയ്തതിലും അദ്ദേഹം ഇടപെടുന്നതിലും ഒക്കെ ഒരു ഐക്യത്തിലുള്ള തീരുമാനമാണ്. അല്ല, നേതാക്കൾ ആര് എന്തൊക്കെ അഭിപ്രായം പറഞ്ഞാൽ പാർട്ടി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. ഇപ്പോൾ അദ്ദേഹം പാർട്ടിയിൽ അംഗമല്ല, പാർട്ടിയിൽ നിയമസഭാ കക്ഷിയിലും അംഗമല്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് യാതൊരു പ്രസക്തിയില്ല. നേതാക്കന്മാര് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെതിരായി ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർന്നു വന്ന സാഹചര്യത്തിൽ തന്നെ ഒരു പാർട്ടി എന്ന നിലയിൽ, കോൺഗ്രസ് പാർട്ടി എന്ന നിലയിൽ, ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ എടുക്കാവുന്ന തീരുമാനങ്ങൾ എടുക്കുകയും അതിന്മേൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ മറുഭാഗം ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ CPM-ൽ തന്നെ ലൈംഗിക ആരോപണത്തിന് വിധേയമായ ഒരു MLA അല്ല, ലഘൂകരിക്കുകയല്ല. ഞങ്ങൾ ആ വിഷയത്തെ ഗൗരവമായി തന്നെ കാണുകയും പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യുകയും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലെടുത്ത തീരുമാനമാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക, നടപടിയെടുക്കുക. ഞാൻ പറയട്ടെ, അതേസമയം ഇതിന് സമാനമായ ആരോപണം നേരിട്ട മുകേഷിനെ ഇതുവരെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പോലും മാറ്റി നിർത്തിയിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ കാണേണ്ടതാണ്. അല്ല, അത് നിങ്ങൾ കോൺഗ്രസിന്റെ സൈബർ പടയെ ഒതുക്കി നിർത്താനായിട്ട് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം അതുകൊണ്ടാണല്ലോ പാർട്ടി നടപടി സ്വീകരിച്ചത്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. കേരളത്തിലെ ഒരു മുതിർന്ന നേതാവ് ഒരൊറ്റ കാര്യം, കോൺഗ്രസിന്റെ സൈബർ പട കാണിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഈ പരാതി കൊടുത്ത യുവതിയുടെ ചിത്രങ്ങളും ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് അതിന്റെ പ്രൊഫൈലുകളിൽ പോയിട്ട് വലിയ രീതിയിലുള്ള അപവാദ പ്രചാരണം അഴിച്ചുവിടുകയാണ്. കോടതികൾ പോലും പറഞ്ഞിട്ടുണ്ട് എത്ര വൈകിയാലും പരാതി കൊടുത്താൽ അതിൽ നടപടിയാണ് വേണ്ടത് എന്നുള്ളത്. അങ്ങനെ ഇരിക്കെ കോൺഗ്രസിന്റെ സൈബർ പടയിൽ ഒരു വിഭാഗം വലിയ രീതിയിൽ ഈ പരാതി കൊടുത്ത യുവതിയെ വളഞ്ഞിട്ട് ആക്രമിക്കുക. അല്ല, സൈബർ ആക്രമണങ്ങൾ ഒരു പുതിയ കാര്യമല്ല. കാലാകാലങ്ങളിൽ സൈബർ ആക്രമണങ്ങൾ എല്ലാ ഭാഗത്തും, ഇപ്പോൾ CPM-ന്റെ സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ഈ സൈബറുകൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ട സൈബറുകളല്ല. കോൺഗ്രസ് പാർട്ടിക്ക് അതിനകത്ത് യാതൊരു നിയന്ത്രണവുമില്ല. അപ്പോൾ അതുകൊണ്ട് സൈബർ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം കോൺഗ്രസ് പാർട്ടി ഏറ്റെടുക്കണമെന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. സൈബർ ആക്രമണങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ നിലവാരം വിട്ട് സൈബർ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവർക്ക് നിയമപരമായി അതിന് നടപടി സ്വീകരിക്കാനുള്ള സാഹചര്യം കേരളത്തിൽ നമ്മുടെ രാജ്യത്തുണ്ടല്ലോ. അതനുസരിച്ച് അവർ മുന്നോട്ട് പോകണം. പരാതികൾ ഒരുപാട് നേതാക്കന്മാർക്ക് അങ്ങക്ക് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പരാതികൾ കിട്ടിയിരുന്നോ? അല്ല, എനിക്ക് ഇപ്പോൾ ഒറ്റയ്ക്കുള്ള പരാതി അല്ലല്ലോ, പാർട്ടി മൊത്തത്തിലെടുക്കുന്ന തീരുമാനമാണ്. വ്യാപകമായ പരാതിയാണ്, ഒരു കേസല്ല. അതാണല്ലോ ഒരു കോൺഗ്രസ് MLA-ക്കെതിരെ ഉയർന്നു വന്നത്. അതൊന്നും മാധ്യമങ്ങളോട് വെളിപ്പെടുത്താൻ ഓരോരുത്തർക്കും പരാതി കിട്ടിയോ, അതിൽ മേൽ എന്താണ് താങ്കളുടെ അഭിപ്രായം എന്നൊക്കെ അഭിപ്രായം ചോദിച്ചാൽ, ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായമാണ്. പാർട്ടി അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്, അതോടൊപ്പം തന്നെ AICC-യുടെ ജനറൽ സെക്രട്ടറി അത് ഇന്നും അക്കാര്യത്തെ സംബന്ധിച്ച് മാധ്യമങ്ങളോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്.
അതുപോലെ തന്നെ മുതിർന്ന നേതാക്കളിൽ തന്നെ ഇക്കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായത്തിൽ തന്നെ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു, അതിലൊരു മാറ്റവും വരുത്തിയിട്ടില്ല. ഈ സ്വർണ്ണക്കൊള്ളയെ തുടർന്ന് രാഷ്ട്രീയമായി UDF-നും കോൺഗ്രസിനും ഒക്കെ കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു അപ്രമാദിത്വം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലൂടെ താഴെ പോയില്ലേ? രാഹുൽ പാർട്ടിയെ എല്ലാ തരത്തിലും പ്രതിരോധത്തിലാക്കി. ഈ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഉയർത്തിക്കൊണ്ട് വന്നതിൽ വലിയ ഗൂഢാലോചന ഉണ്ടെന്നാണ് ഞങ്ങൾ കരുതുന്നത്. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് CPM തകർന്നു തരിപ്പണമായി നിൽക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ CPM ആകെ മറുപടി പറയാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. അവരുടെ 2 പ്രധാനപ്പെട്ട നേതാക്കൾ ജയിലിൽ കിടക്കുകയാണ്. അതുപോലെ CPM-ന്റെ അനുഭാവികളായ 4 ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. അവർ നിരന്തരം കോടതികൾ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അന്വേഷണ സംഘത്തിൻ്റെ മുന്നിലാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു കേരളത്തിൽ UDF-ന് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നു. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF തകർപ്പൻ വിജയം നേടുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണെന്ന് കേരളത്തിലുള്ളത്. അതിനെ തകർക്കാനും ആ വിജയത്തെ ഇല്ലാതാക്കാനും വേണ്ടി ബോധപൂർവം ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഇന്നോ ഇന്നലെ ഉണ്ടായതല്ല, അത് 6 മാസങ്ങൾക്കുണ്ടായ വിഷയമാണ്. ആ വിഷയം പല ഘട്ടത്തിൽ ചർച്ച ചെയ്തതാണ്. അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടി ഒരു തീരുമാനമെടുക്കുകയും നടപടി സ്വീകരിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഈ ഇലക്ഷന്റെ മൂർധന്യ അവസ്ഥയിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നതിൽ വലിയ ഗൂഢാലോചന ഉണ്ട് എന്നത്. അതല്ല, ഈ വിഷയം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യാവസ്ഥയിൽ കോൺഗ്രസിന്റെ UDF-ന്റെയും വിജയസാധ്യതകളെ അട്ടിമറിക്കാനും ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റും പിണറായി വിജയൻ ഗവൺമെന്റും അവരുടെ മുഖം രക്ഷിക്കുവാനും വേണ്ടി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ആസൂത്രിതമായി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു സംഭവമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടത്. അതിനെക്കുറിച്ചൊന്നുമല്ല ഞാൻ ചോദിച്ചു. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു. അതിനകത്ത് യുവതിയുടെ അതൊന്നും ഇതിനകത്ത് കൂട്ടിക്കുഴയ്ക്കാൻ കാര്യമില്ല. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് രാഷ്ട്രീയമായി ഞാൻ കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി നിലയിൽ ഞാൻ അതിന് വ്യക്തമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.